എനിക്ക് മാത്സിന്റെ ബേസിക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ പറ്റുന്നു തോന്നുന്നില്ല. ഐ തിങ്ക് ഷി ലാക്സ് മാത്ത് ഫണ്ടമെന്റൽസ്. ഇപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് ബേസിക്സ് അറിയില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം ടൈമിന് സ്ട്രഗിൾ ചെയ്യുന്ന അതുകൊണ്ടാണ്. ഈ ക്ലാസ്സിലെ ഞാൻ പറയുമായിരുന്നു മാത്സ് ഫോക്കസ് ചെയ്യണം. അപ്പോഴൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ. എന്നിട്ട് ബേസിക്സ് ഒക്കെ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ മാത്സ് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോ ഈ സമയത്ത് എന്തോ ചെയ്യാനാ? 10ാം ക്ലാസ് ആയി. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരന്റ്സ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മാത്സിന്റെ ബേസിക്സ് ഇല്ല എന്നുള്ളത്. അത് എത്ര വലിയ കാര്യമാണോ? കാര്യമാണ് അല്ലെ? ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽസ് അറിയില്ല എന്ന് പറയുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ സൊസൈറ്റി പറയുന്ന പോലെ ഇത്രയും വലിയൊരു പ്രശ്നമാണോ അത്? സപ്പോസ് ഒരു 9th 10th ഒക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് മാത്സിന്റെ ബേസിക്സ് ഇല്ലാന്ന്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് അറിയില്ലാന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഒത്തിരി അഡ്വാൻസ്ഡ് ആണല്ലേ, നമുക്ക് AI ഒക്കെ ഉണ്ട്, ChatGPT പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക. പർട്ടിക്കുലർ ടോപ്പിക് ആണെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സസിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ഐഡിയാസോ ഒക്കെ ചോദിക്കുക അതിനോട്. കറക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങ് വരും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനോട് തന്നെ പറയാം കുറച്ച് എക്സാമ്പിൾസ് തരാൻ. എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ കിട്ടുന്നതാണ് ഈ ബേസ്. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുമ്പോൾ അതിന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യം അതാണ് ഈ സോ കോൾഡ് ബേസിക്സ്. അല്ലാതെ അതിങ്ങനെ കുറെ ബുക്കായിട്ട് എഴുതി വെക്കുന്നതോ അങ്ങനെയൊന്നും അല്ല. അക്കാഡമിക് ഇയറിന്റെ ഏകദേശം എൻഡിൽ നമ്മൾ എത്തി അല്ലെ? അപ്പൊ ഇപ്പോഴും ഫണ്ടമെന്റൽസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 hour സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കൊല്ലം എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിന്റെയൊക്കെ ബേസിക്സ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.